Hello. Magic morning to all. Okay. Good morning. Good morning, sir. എവിടെ എനിക്ക് ആരും കൃഷ്ണൻ കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ളവർ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് മുന്നോട്ട് വരാവോ? Magic morning. ഓക്കെ. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാവോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ പോസ്റ്ററും കാര്യമൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് സെഷൻ എടുക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള അജിത് ജിജോ സാറാണ്. ഓക്കെ, സാറുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് ദ എൻഡ് ആണ്. ദ എൻഡ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടിയാണ് അജിത് ജിജോ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അജിത് സർ, പ്ലീസ് വെൽക്കം സർ. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ ആണ് സർ. ഓക്കെ, ഫൈൻ, ഗുഡ്. സോ എല്ലാവർക്കും അതിമനോഹരമായിട്ടുള്ള ഒരു നല്ല മാജിക് മോർണിംഗ് നേർന്നുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്, ദി എൻഡ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. റൈറ്റ്, എല്ലാത്തിന്റെയും അവസാനം എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം നമുക്ക് എല്ലാവർക്കും വളരെ വലിയ സ്വപ്നങ്ങളുണ്ട്, വലിയ ആഗ്രഹങ്ങളുണ്ട്, വലിയ ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് ആലോചനകളുണ്ട്. റൈറ്റ്, ഒരു കഥ പറയാം. ഈ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്, ഒരു ആമയുടെയും മുയലിന്റെയും കഥ. ഈ ആമയുടെ മുയലിന്റെയും കഥയിൽ ആരാ ജയിക്കുന്ന അവസാനം? ആമയുടെ മുയലിന്റെ കഥയിൽ ആരാണ് അവസാനം ജയിക്കുന്നത്? ആമ, റൈറ്റ്. ആമ എല്ലാത്തെ ജയിക്കുന്ന കഥ കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇരിക്കുന്നതിൽ ആരെങ്കിലും ആമ അല്ലാതെ വേറെ ആരെങ്കിലും കഥ ജയിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ കഥയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ, റൈറ്റ്, ആമയും മുയലും തമ്മിലുള്ള മത്സരം കഴിഞ്ഞ് മുയലിന് അതിഭീകരമായിട്ടുള്ള തോൽവി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്ന വിഷമത്തിന് ശേഷം തനിക്ക് നേരിടേണ്ടി വന്ന അപമാനങ്ങളെ കുറിച്ച് ആലോചിച്ച് അദ്ദേഹത്തിന് വീർപ്പ് മുട്ടി, തനിക്ക് പറ്റിയ അബദ്ധങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമപ്പെട്ട് ഇത് ഇങ്ങനെ പോയി പറ്റില്ല എന്ന് തോന്നി രണ്ടാമത് ഒന്നും കൂടെ ആമയെ വെല്ലുവിളിച്ചിരുന്നെങ്കിൽ, രണ്ടാമത് ഒന്നും കൂടെ തന്റെ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട്, തന്റെ തെറ്റ് മനസ്സിലാക്കി അത് മാറ്റി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു തവണ കൂടെ ഒരു പന്തയം വെച്ചിരുന്നെങ്കിൽ ആര് ജയിച്ചേനെ? മുയല് ജയിച്ചേനെ. റൈറ്റ്, ആ കഥ അവിടെയും അവസാനിക്കുന്നില്ല. രണ്ടാമത്തെ മത്സരവും വെച്ചു. രണ്ടാമത്തെ മത്സരത്തിൽ തനിക്ക് പറ്റിയ പാളിച്ചകളെല്ലാം ശരിയാക്കിക്കൊണ്ട്, തെറ്റുകളെല്ലാം ശരിയാക്കിക്കൊണ്ട് മുയല് ജയിക്കുകയാണ്. എന്നാൽ ആ കഥ അവിടെ അവസാനിക്കുന്നില്ല. കുറെ ദിവസങ്ങൾക്ക് ശേഷം, കുറെ ആഴ്ചകൾക്ക് ശേഷം രണ്ടാമത്തെ മത്സരവും കഴിഞ്ഞതിന് ശേഷം ഇരുവരും നല്ല സൗഹൃദത്തിലാവുകയാണ്. ആമയും മുയലും നല്ല കൂട്ടുകാരാവുകയാണ്. നല്ല കൂട്ടുകാരായതിനു ശേഷം അവർ ഒന്നുകൂടെ തീരുമാനിക്കുകയാണ്, നമുക്കൊരു മത്സരം കൂടെ നടത്താം, നമുക്കൊന്നുകൂടെ മത്സരിക്കാം. നമ്മളെ രണ്ടുപേരെയും കളിയാക്കിയ രണ്ടാമത്തെ മത്സരത്തിൽ മുയല് ജയിച്ചപ്പോൾ എന്നെ കളിയാക്കി ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്ക് അവരോട് ഒരു മറുപടി പറയണമെന്ന് ആമ പറയുകയും ആ ലക്ഷ്യത്തിന് പുറത്തായിട്ട് ഇരുവരും ചേർന്ന് ഒരു മത്സരം കൂടെ നടത്തുകയാണ്. ആ മത്സരത്തിൽ ആര് ജയിച്ചിരുന്നിരിക്കണം? രണ്ടുപേരും. യെസ്, രണ്ടുപേരും ഒരുപോലെ മത്സരം ജയിക്കുകയാണ്. എന്നാൽ ഒരുപോലെ മത്സരം ജയിക്കുമ്പോൾ എങ്ങനെയാണ് ഒരുപോലെ മത്സരം ജയിക്കുന്നത്? അവർ വെച്ചിരുന്ന ദുർഘടങ്ങൾ വ്യത്യസ്തമായിരുന്നു. ആദ്യം വെറും തരിശായ ഭൂമിയിലൂടെയാണ് നടക്കുന്നതെങ്കിൽ പിന്നെ വെള്ളത്തിൽ കൂടെ ആയിരിക്കും. വെള്ളത്തിൽ കൂടെ നടക്കുന്ന സമയത്ത് ആമയുടെ പുറത്ത് മുയല് കയറി രക്ഷപ്പെടും. തരിശു ഭൂമിയിലൂടെ നടക്കുന്ന സമയത്ത് മുയലിന്റെ പുറത്ത് ആമയും കയറി ഓട്ട മത്സരം നടത്തും. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് മത്സരം ജയിക്കും. വെൽ, ഇത്ര നേരം ഞാൻ കഥ പറഞ്ഞ സമയത്ത് ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിലാണ് അതിന്റെ അവസാനം കൊണ്ടുവന്നത്. ആദ്യം ഒരു കഥ പറഞ്ഞു, ആ കഥ കഴിഞ്ഞു. രണ്ടാമത് ഞാനൊരു കഥ പറഞ്ഞു. രണ്ടാമത്തെ കഥ പറഞ്ഞിട്ടും എനിക്ക് അതിന്റെ ക്ലൈമാക്സിൽ തൃപ്തിപ്പെടാത്ത വന്നുകൊണ്ട് മൂന്നാമതും ഞാനൊരു കഥ പറഞ്ഞു. റൈറ്റ്, എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ എന്താണോ ആ രീതിയിലേക്കാണ് ഞാൻ അതിന്റെ അവസാനം കൊണ്ടുവന്നത്. വെൽ, എഗെയിൻ അവസാനം എന്ന് പറയുന്നത്, ദി എൻഡ് എന്ന് പറയുന്നത്, ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാവില്ല നമ്മുടെ അവസാനങ്ങൾ എത്തുന്നത്. നമ്മളൊരു കാര്യം ആറ്റുനോറ്റ് വളർത്തിയെടുത്ത് നോക്കിയെടുത്ത് ഒരു സംഭവം നടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാവില്ല ചിലപ്പോൾ അത് വന്നിട്ടുണ്ടാവുന്നു. എന്നാൽ അതാവില്ല, അല്ലെങ്കിൽ അതാണ്, അല്ലെങ്കിൽ അത് അവസാനം അങ്ങനെയാണ് എന്ന് വിചാരിച്ച് പുറകിലോട്ട് മാറി നിൽക്കുന്നിടത്താണോ അതിന്റെ സക്സസ് ഇരിക്കുന്നത്, അതിന്റെ രസം ഇരിക്കുന്നത്? അല്ല.
ഓരോ അവസാനങ്ങളും നമ്മൾ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഞാൻ എന്താവണം എന്ന് ആഗ്രഹിക്കുന്ന അവസാനങ്ങൾ എത്തുന്നത് വരെ നമ്മൾ പരിശ്രമിക്കുന്നിടത്താണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. അല്ലാതെ ഒരു ട്രൈ നടത്തി കഴിഞ്ഞ് അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അയ്യോ അതിന്റെ അവസാനം അങ്ങനെ ആയി പോയല്ലോ എന്ന് കരുതി തോറ്റിരിക്കുന്നിടത്ത് അവിടെ പരാജയങ്ങൾ ഉണ്ടാവത്തേ ഉള്ളൂ. അതേസമയം ഓരോ ഓരോ കഥകൾ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ എന്താണോ വേണമെന്ന് നിശ്ചയിക്കുന്ന ആ അവസാനം എത്തുന്നത് വരെ നമ്മുടെ കഥ നമ്മൾ തിരുത്തി എഴുതാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ സക്സസ് മാത്രമായിരിക്കും, നമ്മുടെ ലക്ഷ്യങ്ങൾ മാത്രമായിരിക്കും, നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണമായിരിക്കും. അല്ലാത്തടത്തോളം അവസാനങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഒരു ലിമിറ്റഡ് സോഴ്സിൽ മാത്രം നിൽക്കും. ഒരു 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 ലേഡി, ഒരു ഡിവോഴ്സ് ലേഡി ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. സാമ്പത്തികമായി നല്ല ഞെരുക്കം അവർ നേരിടുന്നുണ്ട്. ഒരു രീതിയിലും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ അന്ധകാരം മൂടിയിരിക്കുന്നു. ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല റേ ഓഫ് ഹോപ്പ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ. ആ സിറ്റുവേഷനിൽ അവർ ആകെ കൂടെ ചെയ്തത്, അവർക്ക് ആകെ കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് നന്നായിട്ട് കഥ എഴുതാൻ അവരെ കൊണ്ട് സാധിക്കും. അവരിരുന്ന് ഒരു കഥ അങ്ങോട്ട് എഴുതി നല്ല രീതിയിൽ ആ കഥ പൂർത്തീകരിച്ചു. ആ കഥ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തവണ ഒരു പബ്ലിഷർ എടുത്ത് ചെന്നു, റിജക്ട് ചെയ്യപ്പെട്ടു. രണ്ടാമതൊരു പബ്ലിഷർ എടുത്ത് ചെന്നു, റിജക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ നടന്ന് ഇനി ഒരു ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥയിൽ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവസാനം ഒരു അറ്റ കൈയായിട്ട് ഞാൻ ഇനി ഒരാളെ കൂടെ പോയി കണ്ടേക്കാം എന്ന തോന്നലിൽ അവർ ഒരാളെ കൂടെ പോയി കാണാണ്. പിന്നീടുണ്ടായത് ചരിത്രം. ലോകമാസകലം ഏറ്റവും അധികം വിൽക്കപ്പെട്ടിട്ടുള്ള, ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നോവലുകളൊന്ന് ഹാരി പോട്ടറിന്റെ JK റൗളിംഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫ് സ്റ്റോറി ആയിരുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 27 വർഷം ഒരു മനുഷ്യൻ ജയിലിൽ കിടന്നിട്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലയളവെല്ലാം ജയിലിൽ കിടന്ന് ജയിൽവാസത്തിലൂടെ പൂർത്തിയാക്കി. ഇനി ആ വ്യക്തിയെ കൊണ്ട് ഒന്നിനും സാധിക്കുകയില്ല എന്ന് തോന്നലുണ്ടാക്കുന്ന ആ മൊമെന്റിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയ ഒരു വ്യക്തിയുണ്ട്, നെൽസൺ മണ്ടേല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഇനി ഒരു അവസാനം, എല്ലാ അവസാനം കഴിഞ്ഞു, ഇനി ഒരു എൻഡ് എന്ന് പറയുന്ന എല്ലാത്തിനും പൂർത്തിയായി എന്ന് വിചാരിക്കുന്ന അവസ്ഥയിൽ അവിടെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു കഥയുണ്ട്. 65-ാമത്തെ വയസ്സിൽ തന്റെ സ്വന്തമായിട്ടുള്ളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് അതുവരെ തനിക്ക് അറിയാവുന്ന പണികളെല്ലാം ചെയ്ത് കൂലിപ്പണിയെടുത്തു, മിലിറ്ററിയിൽ പോയി, പെട്രോൾ പമ്പിൽ പണിയെടുത്തു, ഹോട്ടൽ തുടങ്ങി, തനിക്ക് അറിയുന്ന സർവ്വ മേഖലയിലും കൈവച്ച് താൻ കൈവച്ച മേഖലയിലെല്ലാം പരാജയമായിട്ടും 65-ാമത്തെ വയസ്സിൽ കേണൽ സാൻഡേഴ്സ് എന്ന് പറയുന്ന വ്യക്തി KFC എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അവസാനം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥാപനം, ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തനിക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് പറയുകയും തന്റെ സ്ഥാപനം ഉണ്ടാക്കുന്ന ആനിമേഷൻ വീഡിയോസ് എല്ലാം വളരെ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോവുകയും ബാങ്ക് കറപ്റ്റ് ആവുകയും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയി ഇനി തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ അറ്റ കൈയായിട്ട് ഇറക്കിയ വാൾട്ട് ഡിസ്നി, അദ്ദേഹത്തിന്റെ മിക്കി മൗസ് എന്ന് പറയുന്ന ക്യാരക്ടർ വേൾഡിലെ തന്നെ മോസ്റ്റ് റെനൗണ്ട് കാരിക്കേച്ചറായി മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദി എൻഡ് ഇസ് നോട്ട് ഓൾവേസ് വാട്ട് ഇറ്റ് ഹാപ്പൻസ്, ഇറ്റ്സ് ഓൾവേസ് വാട്ട് വി ക്രിയേറ്റ്. അവസാനം എന്ന് പറയുന്നത് അത് നടന്നു വരുന്നതല്ല, നമ്മൾ നടത്തിയെടുക്കുന്നതാണ്. ആ അവസാനത്തിന്റെ കഥ നമ്മൾ എങ്ങനെ രചിക്കുന്നുവോ, അതിനുവേണ്ടി നമ്മൾ എത്ര തവണ ശ്രമിക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന കഥയുടെ പൂർണ്ണത, കഥയുടെ അവസാനം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആക്കിയെടുക്കുന്ന നമ്മുടെ അവസാനം. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ കാരണം, നമ്മുടെ പ്രവർത്തികൾ കാരണം വേറൊരാളുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവസാനം വരുന്ന കാര്യം എത്ര ഭീകരമാണ് എന്നുള്ളത്. ഒരിക്കൽ എഡിസൺ, തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച അദ്ദേഹത്തിന്റെ കഥയിലും ഏകദേശം 1000-ന്റെ അടുത്ത് 10,000-ന്റെ അടുത്ത് ട്രയലുകൾ നടത്തിയിട്ടാണ് ബൾബ് കണ്ടുപിടിക്കുന്നത്. ടങ്സ്റ്റൺ ഫിലമെന്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ ബൾബ് കത്തിക്കാമെന്ന് അദ്ദേഹം കണ്ടുപിടിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഇത്രയും പരാജയങ്ങൾ നിങ്ങൾ നേരിട്ടില്ലേ? 998 അല്ലെങ്കിൽ 1000-ന്റെ പരാജയങ്ങൾ നിങ്ങൾ നേരിട്ടില്ലേ എന്ന് അദ്ദേഹം പറയുമ്പോൾ, എന്റെ 1000-ന്റെ ഞാൻ നടത്തിയ പരീക്ഷണങ്ങൾ ഒന്നും പരാജയങ്ങളല്ല, കാരണം അവയിലെല്ലാം ബൾബ് കത്തില്ല എന്ന് ഞാൻ കണ്ടുപിടിച്ചില്ലേ എന്ന് ചോദിക്കുന്നിടത്തും അവസാനത്തിലുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. എന്നാൽ വേറൊരു കഥയും കൂടെ ഇതിന്റെ പുറകിലുണ്ട്. തോമസ് ആൽവ എഡിസൺ അദ്ദേഹത്തിന്റെ ലാബിൽ നിന്ന് ബൾബ് കണ്ടുപിടിക്കുകയും ആ ബൾബ് നാട്ടുകാരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല പബ്ലിക് മീറ്റിംഗ്, ഒരു പ്രസ് മീറ്റ് നടത്താൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്യണം. ആ പ്രസ് മീറ്റിലേക്ക് ആ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുണ്ട്, പ്രമുഖരായിട്ടുള്ള എല്ലാ പത്രമാധ്യമങ്ങളും ഉണ്ട്. അവരുടെ എല്ലാം മുൻപിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ബൾബ് പ്രസന്റ് ചെയ്യണം. അദ്ദേഹത്തിന്റെ ലാബിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൈ സഹായി അദ്ദേഹത്തിനെ ആ ബൾബ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു.
എന്നാൽ അദ്ദേഹം വരുന്ന വഴിക്ക് ആ ബൾബ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് താഴെ വീഴുകയാണ്. എഡിസന്റെ സഹായിയുടെ കയ്യിൽ നിന്ന് ആ ബൾബ് താഴെ വീഴുകയാണ്. എല്ലാവരും വളരെ ആശ്ചര്യപ്പെട്ടു, എല്ലാവരും വളരെ വിഷമിച്ചു, എല്ലാവർക്കും വളരെ സർപ്രൈസ് ആയി. അന്ന് എഡിസൺ പറഞ്ഞൊരു മറുപടി, അടുത്ത ആഴ്ച നിങ്ങൾ വരൂ, എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ എനിക്കൊരു ബൾബ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ പ്രസ് മീറ്റ് നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച ആയി, അദ്ദേഹം ബൾബ് ഉണ്ടാക്കി കഴിഞ്ഞ് അന്ന് ആരുടെ കയ്യിൽ നിന്നാണോ അത് താഴെ വീണ് പൊട്ടിയത്, അതേ വ്യക്തിയുടെ കയ്യിൽ അദ്ദേഹം എന്ത് ചെയ്തു, ആ ബൾബ് ഏൽപ്പിക്കുകയും ആ പറയുന്ന വെന്യൂവിലോട്ട് അത് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിനെ നിർബന്ധിക്കുകയും ചെയ്തു. അപ്പൊ പത്രമാധ്യമങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിനെ കൊണ്ട് പറ്റത്തില്ല എന്ന് കണ്ട് കഴിഞ്ഞ തവണ അദ്ദേഹം കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ തന്റെ ഒരു കഴിവിനെ അല്ലെങ്കിൽ തന്റെ ഒരു കണ്ടുപിടുത്തത്തെ നശിപ്പിച്ചു കളഞ്ഞ വ്യക്തിയല്ലേ, അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണോ താൻ ഇനിയും അത് കൊടുക്കുന്നത്? അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണോ താൻ ഇനിയും വിശ്വസിക്കുന്നത്? അദ്ദേഹത്തെ തന്നെയാണോ താൻ ഇനിയും ട്രസ്റ്റ് ചെയ്യുന്നത്? അന്ന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇന്ന് ഇദ്ദേഹം ഈ ബൾബ് ഇവിടെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ നശിപ്പിക്കപ്പെടുത്തുന്ന, ഇന്ന് ഇദ്ദേഹത്തിന് ഞാൻ ആ ബൾബ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് ഇദ്ദേഹത്തിനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ കൊല്ലുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ കോൺഫിഡൻസിനെയാണ്. എനിക്കത് വേണ്ട. ഐ ഡോണ്ട് വോണ്ട് ടു കീപ് ആൻ എൻഡ് ടു ദ കോൺഫിഡൻസ് ദാറ്റ് ഹി ഈസ് ഹാവിങ്. അതേസമയം ഇന്ന് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ ഇന്ന് ആ പറയുന്ന ബൾബ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ, അദ്ദേഹത്തിന് പറ്റിയൊരു മിസ്റ്റേക്ക് അദ്ദേഹത്തിൽ നിന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ, അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആണ് ഞാൻ തിരിച്ചുകൊണ്ടുവരുന്നത്. എനിക്കൊരു ബൾബ് ഉണ്ടാക്കാൻ ഇത്ര ദിവസം മതി, പക്ഷെ വൺസ് ആ കോൺഫിഡൻസ് അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് പോയാൽ ഒരു പക്ഷെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത വിധത്തിൽ ആ കോൺഫിഡൻസ് മാറിപ്പോയെന്നിരിക്കാം. സോ അവസാനങ്ങൾ ഒരു കാരണവശാലും നമ്മൾ വേറൊരു വ്യക്തിയുടെ ലൈഫിൽ ഒരു രീതിയിലുള്ള അവസാനങ്ങൾ കൊണ്ടുവരാനും ഇടയാക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാം. നമ്മുടെ അവസാനങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് പോലെ, നമ്മൾ രചിക്കുന്നത് പോലെ തന്നെ ഒരു കാരണവശാലും നമ്മുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടോ നമ്മുടേതായിട്ടുള്ള എഫേർട്ട് കൊണ്ടോ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള അവസാനങ്ങൾ ഉണ്ടാക്കാൻ ഒരു രീതിയിലും ബാധ്യപ്പെടരുത് എന്ന് കൂടെ ഓർക്കുന്നത് നന്നായിരിക്കും. ആൻഡ് എന്താണ് ശരിക്കും എൻഡുകൾ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ആക്ച്വലി എൻഡ്? ഒരു പുസ്തകം വായിച്ച് ആ പുസ്തകത്തിന്റെ അവസാനത്തെ താള് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പറയും പുസ്തകം വായിച്ച് അവസാനിച്ചിരിക്കുന്നു, പുസ്തകം തീർന്നിരിക്കുന്നു, ദി എൻഡ്. അവസാനത്തെ പേജിൽ ദി എൻഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇൻ റിയാലിറ്റി അത് അവസാനമാണോ? അല്ല, ഒരിക്കലുമല്ല. റൈറ്റ്? ആ പുസ്തകത്തിൽ ദി എൻഡ് എന്ന് പറഞ്ഞ് അതിന്റെ അവസാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ആ പുസ്തകം വായിച്ചു തീർത്ത ഒരു വായനക്കാരന്റെ മനസ്സിൽ ആ പുസ്തകം പിന്നെ പുതിയൊരു ലക്കം രചിക്കുകയാണ്. ഇറ്റ്സ് ദ ന്യൂ ബിഗിനിങ് ഓഫ് ദ ഐഡിയസ് ദാറ്റ് ഇറ്റ് കംസ് ടു അവർ ഹെഡ്. ആ വായനക്കാരന്റെ മനസ്സിലേക്ക്, ചിന്തകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ആശയങ്ങളുടെ, ഒരുപാട് തോട്ട് പ്രോസസ്സിന്റെ ആരംഭമാണ് ആ പുസ്തകത്തിന്റെ അവസാനം കാണുന്ന ദി എൻഡ് എന്ന് പറയുന്നത്. വെൽ, ഒരു കുട്ടി ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഒരു സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ അത് ആ ജീവിതത്തിന്റെ അവസാനമാണ്. ദി എൻഡ്. കോളേജ് ലൈഫിന്റെ അവസാനം, സ്കൂൾ ലൈഫിന്റെ അവസാനം. വെൽ, എല്ലാ അവസാനങ്ങളും, എല്ലാ എൻഡുകളും എന്തെങ്കിലുമൊക്കെ പുതുമയ്ക്ക് വേണ്ടിയുള്ള, എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയുള്ള, എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്, ബിഗിനിങ് ആണ്. എല്ലാ അസ്തമയത്തിന് ശേഷം ഒരു ഉദയം ഉണ്ടാവും. ആ അസ്തമയങ്ങളെല്ലാം എൻഡുകളാണ് എന്നുണ്ടെങ്കിൽ ആ അസ്തമയത്തിന്റെ അപ്പുറത്ത് ഒരു നല്ല ഉദയങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. There is nothing the end can influence us. That major thing that can influence us, whether we are able to see that horizon. ആ ഉദയം നമ്മളെ കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? ആ ഉദയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഉദയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. വെൽ, എവ്രി എൻഡ് ഈസ് എ ന്യൂ ബിഗിനിങ്. എല്ലാ അവസാനങ്ങളും ഒരു നല്ല പുതുമയുടെ തുടക്കങ്ങളാണ്. ആ പുതുമയുടെ തുടക്കങ്ങളാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. എല്ലാ അവസാനങ്ങളും എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാ അവസാനങ്ങളും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവസാനിക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ചിലപ്പോൾ നമ്മുടെ കുറെ റിലേഷൻഷിപ്പുകളാവാം, ബന്ധങ്ങളാവാം, നമ്മുടെ ബിസിനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളാവാം, നമുക്ക് മറ്റു വ്യക്തികളുമായിട്ടുണ്ടാകുന്ന നമ്മുടെ ഇടപെടലുകളാവാം. എല്ലാ സാധനവും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവസാനത്തിലെത്താറുണ്ടോ? ഒരിക്കലുമില്ല. റൈറ്റ്? നമ്മൾ ഏറ്റവും ഡിസ്റ്റർബ് ആയിട്ടുള്ളത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ, നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ, നമുക്ക് വേണ്ടാത്ത രീതിയിൽ അവസാനങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. എന്നാലൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്നേ വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
നമ്മൾ എന്തെങ്കിലുമൊക്കെ എത്താൻ ശ്രമിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്നായിരിക്കുന്ന ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഇന്നായിരിക്കുന്ന നമ്മൾ ഇന്ന് ഞാൻ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അത് എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ എവിടേക്കും ഞാൻ എൻഡുകൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. അല്ലെ? എനിക്കിഷ്ടമുള്ള രീതിയിൽ എല്ലാ അവസാനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഇന്നിരിക്കുന്ന ഞാനാവില്ല. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ ഇൻസൾട്ടഡ് ആയിട്ടുണ്ടാവാം. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടാവാം. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ആരുമല്ലാതായി പോയിട്ടുണ്ടാവാം. എവിടെയെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് തോന്നിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഒന്നുമല്ല, എന്നാൽ ആവാത്തതാണ് എന്ന് തോന്നിയിട്ടുണ്ടാകാം. ഈ തോന്നലുകളാണ് ഇന്ന് നമ്മളായിരിക്കുന്ന നമ്മളെ ആക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം. ഇൻ റിയാലിറ്റി അവസാനങ്ങളാണ് നമ്മളെ വളർത്തിയെടുത്തിട്ടുള്ളത്. നമ്മൾ നേടിയെടുത്തിട്ടുള്ള നമ്മുടെ പരാജയങ്ങളാണ് നമ്മളെ വളർത്തിയെടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന, നമ്മളായിരിക്കുന്ന, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ സക്സസ് അല്ല. ഇന്ന് നമ്മളായിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ വിജയങ്ങൾ നിർണയിച്ചിട്ടുള്ളത് നമ്മൾ നേടിയെടുത്തിട്ടുള്ള, നമുക്ക് പോസിറ്റീവായി വന്നിട്ടുള്ള നമ്മുടെ സക്സസ്സുകളല്ല. മറിച്ച് നമുക്ക് നേടിയെടുക്കേണ്ടി വന്നിട്ടുള്ള, നമ്മൾ ഇന്ന് ആയിരിക്കുന്ന നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്ന എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള പാകപ്പിഴവുകളോട് കൂടിയുള്ള അവസാനങ്ങളാണ്. കാരണം ആ അവസാനങ്ങളാണ് പുതിയ നന്മയ്ക്ക് വേണ്ടിയുള്ള, നമുക്ക് വേണ്ടി തന്നെ വിചിന്തനം ചെയ്തുകൊണ്ട്, നമുക്ക് എവിടെയാണ് പരാജയം വന്നതെന്ന് നമ്മൾക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട്, എന്തായിരുന്നു ഞാനൊരു തോൽവിയാവാൻ കാരണം എന്ന് ഉള്ളിൽ തോന്നലുണ്ടാക്കിക്കൊണ്ട്, ആ തോൽവികളിൽ നിന്നാണ് നമ്മൾ ഉയർത്തെഴുന്നേറ്റത്. ആ തോൽവികളിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പഠനങ്ങൾ പഠിച്ചത്. ആ തോൽവികളിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മളായിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ അവസാനങ്ങൾ, ദി എൻഡ് ഈസ് ഓൾവേസ് എ ന്യൂ ബിഗിനിങ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സാധിക്കും. ഒരിക്കല് ഏത് അവസാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ എന്ത് അവസാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? നമ്മൾ ഓരോ അവസാനങ്ങളിലേക്ക് എത്തുമ്പോഴും, നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘടനകളിലേക്ക് എത്തുമ്പോഴും ഓരോ എൻഡുകൾ എത്തും. ഇനി അങ്ങോട്ട് ചലിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു എൻഡുകൾ എത്തും. അപ്പൊ നമ്മൾ ആലോചിക്കും, എന്തിനാണ് ഞാൻ ഇവിടെ വന്നത്? എന്തിനാണ് ഈ അവസാനത്തിൽ ഞാൻ എത്തപ്പെട്ടത്? ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുവരെ നടന്നു വന്നിട്ടുള്ള പല ഘട്ടങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ, എന്തിനെന്നറിയാതെ നമ്മൾ എത്തിച്ചെന്നിട്ടുള്ള ഒരുപാട് ഫുൾ സ്റ്റോപ്പുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ പഠനങ്ങളായിരിക്കാം, എന്തിനായിരുന്നു നമ്മൾ പഠിച്ചത്? ചിലപ്പോൾ നമ്മുടെ ബിസിനസ് ആയിരിക്കാം, എന്തിനായിരുന്നു? ചിലപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്ത് അത് പൊളിഞ്ഞുപോയി, അപ്പോൾ എന്തിനായിരുന്നു നമ്മൾ ആ ബിസിനസ് ചെയ്തത്? എന്തിനായിരുന്നു ചില വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടിയത്? എല്ലായിടത്തും നമ്മൾ അറിയാത്ത ഓരോ ഫുൾ സ്റ്റോപ്പുകൾ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. വെൽ, ആ ഫുൾ സ്റ്റോപ്പുകളായിട്ട് കാണുമ്പോഴാണ് നമുക്ക് അർത്ഥം കിട്ടാത്തത്. അതേസമയം ആ ഫുൾ സ്റ്റോപ്പിൽ നിന്ന് ഒന്ന് പുറത്തോട്ട് പാൻ ചെയ്ത് നോക്കും, ആ ഫുൾ സ്റ്റോപ്പുകളെല്ലാം കണക്ട് ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ചിത്രം വരഞ്ഞ് കിടപ്പുണ്ടായിരിക്കും. ആ ചിത്രം നമുക്ക് എന്ന് കാണാൻ സാധിക്കുന്നുവോ അന്ന് നമുക്ക് മനസ്സിലാവും ഈ അവസാനങ്ങളുടെ എല്ലാം ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളത്. ആ അവസാനങ്ങളെല്ലാം നമ്മൾ എന്തിനെന്നറിയാതെ നമ്മുടെ മുന്നിൽ വന്നു പോയിട്ടുള്ള ഓരോ ഫുൾ സ്റ്റോപ്പുകളും, ആ ഫുൾ സ്റ്റോപ്പുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. അതിമനോഹരമായിട്ടുള്ള ഒരു 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 ഭംഗിയുള്ള ഒരു രൂപം കിട്ടും. ആൻഡ് ആ രൂപത്തിനെയാണ് ലൈഫ് എന്ന് പറയുന്നത്. എവിടെയെല്ലാമോ നമ്മൾ എന്തെല്ലാമോ ചെയ്തു കഴിഞ്ഞ്, എന്തെല്ലാമോ അവസാനങ്ങളിലേക്ക് എത്തി, എന്തെല്ലാമോ നടത്തിയെടുത്തതിന് ശേഷം അവസാനം ദി എൻഡ് എന്ന് പറയുന്ന ആ ഒരു കൾട്ടിൽ അവസാനം ആ അവസാനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു മനോഹര ചിത്രം വരച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ജീവിതത്തിനെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ബിക്കോസ് ഒരുപാട് അവസാനങ്ങൾ കൂടി ചേർന്നാണ് ഒരുവന്റെ ജീവിതം. ആ ജീവിതത്തിലെ അവസാനങ്ങൾ എന്ത് മനോഹരമായി കണക്ട് ചെയ്യാൻ പറ്റുന്നോ, ആ കണക്ട് ചെയ്യാൻ പറ്റുന്നവനാണ് ഏറ്റവും അതിമനോഹരമായിട്ട് വിജയങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത്. ആൻഡ് മോർ ഓവർ, അവസാനങ്ങൾ എന്ന് പറയുമ്പോൾ, എൻഡ് എന്ന് പറയുമ്പോൾ, സക്സസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാക്ടറായിട്ട് വരും. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് നോട്ടിൽ എല്ലാ കാര്യങ്ങളും എൻഡ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. ആരും ഒരു കാര്യം പോലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നോട്ടിൽ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ എൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, എന്താണ് സക്സസ്? എല്ലാവരും സക്സസ് ആണ് ആഗ്രഹിക്കുന്നത്, എല്ലാവരും എൻഡിൽ, അവസാനത്തിൽ സക്സസ് ആണ് ആഗ്രഹിക്കുന്നത്. ബട്ട് വാട്ട് ആക്ച്വലി സക്സസ് ഈസ്? എന്തിനെയാണ് സക്സസ് എന്ന് പറയുന്നത്? സക്സസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും സക്സസ് ഒരുപോലെയാണോ? ചില വ്യക്തികൾക്ക് യൂസഫ് അലി സക്സസ് ആയിരിക്കാം, ബിക്കോസ് ഹീസ് ഹൈലി റിച്ച്. ചില വ്യക്തികൾക്ക് ഗാന്ധിജി ഒരു സക്സസ്ഫുൾ ഫാക്ടർ ആയിരിക്കാം, ബിക്കോസ് ഹീസ് ഹൈലി മോട്ടിവേറ്റിംഗ്. ഒരു രാജ്യം മൊത്തം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ചില വ്യക്തികൾക്ക് തോമസ് ആൽവ എഡിസൺ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിരിക്കാം, ബിക്കോസ് ഹി വാസ് എ വേൾഡ് റെനൗൺഡ് സയന്റിസ്റ്റ്.
ബട്ട് ദ തിങ് ഈസ് ദാറ്റ് എന്താണ് നമ്മുടെ സക്സസിനെ മാനദണ്ഡപ്പെടുത്തുന്ന ഫാക്ടർ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഇറ്റ്സ് പേഴ്സണൽ. ഓക്കെ, എന്റെ സക്സസ്, ഞാൻ സക്സസ്ഫുൾ ആണെന്ന് എന്ന് വിശ്വസിക്കുന്നത് എന്റെ ചുറ്റും നിൽക്കുന്നവര് ഞാൻ സക്സസ് ആണെന്ന് പറയുമ്പോഴല്ല. അല്ല, മറിച്ച് എനിക്ക് ഞാൻ വെച്ചിരിക്കുന്ന എന്റെ ടാർഗറ്റിൽ ഞാൻ എത്തുമ്പോൾ ഞാൻ സക്സസ് ആയി. അത് ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടായിരിക്കാം, ഫാമിലി പരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടായിരിക്കാം, എന്ത് മേഖലയിലായിക്കോട്ടെ. എന്റെ സക്സസ് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന എന്റെ ബെഞ്ച് മാർക്കുകളാണ്. അതൊരിക്കലും എനിക്ക് വേറൊരാളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പലപ്പോഴും നമ്മളെ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ അവസാനങ്ങൾ, അവർ എൻഡ് വിൽ ബി എ ഫെയിലിയർ. ബട്ട് ഇൻ റിയാലിറ്റി നമ്മൾ ഫെയിലിയർ ആക്കുന്നതും സക്സസ് ആക്കുന്നതും അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞാൻ വെച്ചിരിക്കുന്ന എന്റെ ചിലപ്പോൾ തോറ്റു കൊടുക്കുന്നതായിരിക്കാം ഏറ്റവും മനോഹരമായിട്ടുള്ള സക്സസ് ഉണ്ടാവാറുള്ളത്. മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളൊരു പരാജയമായി നിൽക്കുന്നു, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളൊരു തോൽവിയായി നിൽക്കുന്നു. പക്ഷെ അറ്റ് ദ റൈറ്റ് മൊമെന്റ് നമുക്കറിയാം നമ്മൾ എന്തിനാണ് തോറ്റു കൊടുത്തതെന്ന്. ആ തോറ്റു കൊടുത്ത ആ മൊമെന്റിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സിലാവും വി വർ ഗ്രേറ്റ് സക്സസ്. എന്റെ മനസ്സിൽ ഞാൻ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ, എന്റെ ഓരോ അവസാനങ്ങളിലും ഞാൻ പോസിറ്റീവ് നോട്ടിൽ എന്റെ മനസ്സിൽ ഞാൻ സക്സസ് ആയിട്ടാണ് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ, then that end means work for it. Because endings are not failure but transitions. എൻഡിങ്സ് എന്ന് പറയുന്നത്, അവസാനങ്ങൾ എന്ന് പറയുന്ന പരാജയങ്ങളല്ല, മറിച്ച് ട്രാൻസിഷൻസ് ആണ്. മാനസികമായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ തോട്ട് പ്രോസസ് വൈസ് ആയിട്ട് എനിക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് എൻ്റെ അവസാനങ്ങൾ. ട്രാൻസിഷൻസ് ആർ ദി എൻഡിങ്സ്, ചേഞ്ചസ് ആർ ദി എൻഡിങ്സ്. ആൻഡ് ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കലും ഒരു മുയലും ഒരു പുലിയും ഒരു കാട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുലിക്ക് വല്ലാതെ അങ്ങോട്ട് വിശന്നു. ആദ്യത്തെ ദിവസം ഈ മുയലിന്റെ പുലിയുടെ കണ്ണിൽ പെടുകയാണ്. ഈ മുയലിന്റെ പിന്നാലെ പുലി ഓടി, കുറെ നേരം ഓടി, തിരിഞ്ഞു മറിഞ്ഞു ഓടി. പക്ഷെ മുയലിനെ കിട്ടിയില്ല. മുയലിന്റെ മാളത്തിലോട്ട് പെട്ടെന്ന് കയറിപ്പോയി. രണ്ടാമത്തെ ദിവസം പുലി ശ്രമിച്ചു, കിട്ടിയില്ല. മൂന്നാമത്തെ ദിവസം ശ്രമിച്ചു, കിട്ടിയില്ല. നാലാമത്തെ ദിവസം ശ്രമിച്ചു, കിട്ടിയില്ല. അഞ്ചാമത്തെ ദിവസം പുലിയുടെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് എല്ലായിടത്തും കെണികൾ വെച്ച് മുയലിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിഭീകരമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ അഞ്ചാമത്തെ ദിവസം പുലിക്ക് മുയലിനെ പിടിക്കാൻ പറ്റിയില്ല. ആറാമത്തെ ദിവസം മുയലിനെ ഓടിക്കാൻ വേണ്ടി പുലി ശ്രമിച്ചു. പറ്റാതെ വന്ന അവസാനം മുയലിന്റെ മാളത്തിന് മുൻപിൽ പുലി ഇരിക്കുകയാണ്. എന്നിട്ട് മുയലോട്ട് സംസാരിക്കുകയാണ്. നീ എന്നെക്കാട്ടിലും എത്രയോ ചെറുതാണ്, എന്നെക്കാട്ടിലും എത്രയോ അശക്തനാണ്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒന്നും നിന്നെ കൊണ്ട് പറ്റില്ല. എന്നെ കൊണ്ട് ഓടാൻ പറ്റുന്ന പോലെ നിന്നെ കൊണ്ട് ഓടാൻ പറ്റില്ല. എനിക്കുള്ള ശക്തി നിനക്കില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് നിന്നെ പിടിക്കാൻ പറ്റാത്തത്? എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ പറ്റാത്തത്? നിന്നെക്കാട്ടിലും വലുപ്പം എനിക്കുണ്ട്, നിന്നെക്കാട്ടിലും ശക്തി എനിക്കുണ്ട്, നിന്നെക്കാട്ടിലും ബുദ്ധി എനിക്കുണ്ട്, നിന്നെക്കാട്ടിലും കൂർമ്മത എനിക്കുണ്ട്, ഷാർപ്നെസ് എനിക്കുണ്ട്. എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് എനിക്ക് നിന്നെ പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ചോദ്യം. ആ മുയൽ പറഞ്ഞൊരു മറുപടി ഉണ്ട്. പുലി, നീ 6 ദിവസമല്ല, 8 ദിവസമല്ല, 10 ദിവസമല്ല, 2 മാസം മെനക്കെട്ടാലും എന്നെ പിടിക്കാൻ പറ്റില്ല. കാരണം പുലി, നീ ഓടുന്നത് എന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ ഓടുന്നത് എൻ്റെ ജീവന് വേണ്ടിയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിനെക്കാട്ടിലും എന്തുകൊണ്ടും എൻ്റെ ജീവന് ഞാൻ വില കൽപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഒരു കാരണവശാലും നിനക്ക് എന്നെ പിടിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ എം റണ്ണിങ് ഫോർ മൈ ലൈഫ്. ആൻഡ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ അവസാനങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ്, നമ്മൾ എല്ലാ ഓട്ടങ്ങൾ ഓടുന്നതിന് മുമ്പ്, നമ്മൾ സക്സസിലേക്ക് എത്തുന്നതിന് മുമ്പ്, ഓൾവേസ് റിമെമ്പർ, മറ്റാരും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ കുറിച്ച് നല്ല വാക്ക് പറയാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആണെന്ന് മറ്റുള്ളവരെ കാണിക്കാനോ വേണ്ടി നമ്മൾ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വി ആർ റണ്ണിങ് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്. മറ്റാർക്കോ വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതേസമയം ഇഫ് വി ആർ റണ്ണിങ് ഫോർ അവർ ലൈഫ്, നമ്മൾ ഓടുന്നത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ, then the rest is history. The end will never become a failure. They will become a transition because we are running for our life. We are not running for the breakfast. If we are able to run for our life, all ends will become the beginning of a new life. And with that note, this is me, Ajit Jijo, signing off. Thank you. Thanks a lot. ഓക്കെ അജിത് സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് പോയിന്റ്സും ഒരുപാട് കാര്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി വേറൊരു സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും മൊമെന്റ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. സോ അതിന് വേണ്ടി ആരാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്? ഓക്കെ, കേൾക്കുന്നുണ്ടോ മോളെ? ആ കേൾക്കാം മാം, പറഞ്ഞോളൂ. ഹലോ. ആ പറഞ്ഞോളൂ മാം, കേൾക്കുന്നുണ്ട്. നല്ലൊരു സെക്ഷനാണ് ഇന്ന് എടുത്തത്. സാറ് പറഞ്ഞു തന്നതിന് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് നമുക്ക്. കാരണം നമ്മളെ ജീവിതത്തിൽ നമുക്ക് പാഠങ്ങളാക്കേണ്ടതുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് ഓരോരുത്തരും ജീവിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാ. കാരണം ആ ആളെങ്ങനെയാണോ ജീവിക്കുന്നത് അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ജീവിക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് വിചാരിച്ചിട്ട്. അല്ലാണ്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യണത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത് എന്നുള്ളതല്ല. നമ്മൾ എന്തിനാ ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എന്താണോ അതാണ് നമ്മള്. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് നമ്മൾ ചെയ്യുക. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഈ എടുത്ത ഇതിലൂടെ എനിക്ക് മനസ്സിലായ കാര്യങ്ങള്. എനിവേ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു സിന്ധു മാം. ദെൻ നെക്സ്റ്റ്. ഹലോ, നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നേ? സർ ഗുഡ് മോർണിംഗ് സർ. രാവിലെ നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു, നന്നായിരുന്നു സർ. ഇനി അടുത്ത ക്ലാസ് പ്രതീക്ഷിക്കുന്നു സർ. സാറിന്റെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും പറയാറുണ്ട് അടുത്ത ക്ലാസ് വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കണമെന്ന്. അത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു സർ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു ഷൈനി മാം. ദെൻ ഇനി ആരാ സംസാരിക്കുന്നേ? നിങ്ങൾക്ക് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. പ്രവിത മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസമായിട്ട് രാവിലെ മോർണിംഗ് ബസ്സിൽ കയറാറില്ല. കുറച്ച് അസുഖങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് കരുതിയിരുന്നു. അപ്പം ഇന്നലെ പോസ്റ്റർ കണ്ടപ്പോ അജിത് സാറെ കണ്ടപ്പോ എന്തായാലും എന്നെ കയറിയേ പറ്റൂന്ന് റെഡി ആവണമെന്ന് കരുതി. അങ്ങനെ തന്നെ വിചാരിച്ചു കിടന്നതുകൊണ്ട് ആ സമയത്ത് തന്നെ എണീക്കാനും പറ്റി, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും പറ്റി. പ്രശ്നങ്ങള് എന്താ കുഴപ്പമില്ല, റെഡി ആവുന്നുണ്ട്. അപ്പം അന്നൊരു ക്ലാസ് ഞാൻ സാറൊക്കെ കേട്ടിട്ടുള്ളൂ, നല്ല ക്ലാസ്. അപ്പൊ അതുകൊണ്ടുള്ള ക്ലാസ് നല്ല ക്ലാസ്. എന്തായാലും താങ്ക് യു എല്ലാവരും. ഇത് വന്നല്ലോന്ന് കരുതി സ്റ്റോപ്പ് ചെയ്ത് പോകുന്നവരും അതിനെ കുറിച്ച് ചിന്തിക്കുന്നവരും അങ്ങനെയൊക്കെയാണ്. ഞാൻ തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ അടുത്ത് നമ്മുടെ ലൈഫിന് വേണ്ടി നമ്മൾ ഓടണമെന്നുള്ള കാര്യങ്ങൾ സാർ പറഞ്ഞു. അതായത് വളരെ വളരെ നല്ല ക്ലാസ് സാർ. ഇനി നല്ല നല്ല ക്ലാസ്സുകളായിട്ട് വരണമെന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു പ്രവിത മാം. താങ്ക് യു സോ മച്ച്. ദെൻ ഇനി സംസാരിക്കുന്നവരെ അൺമ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്താലും മതി കേട്ടോ. ഷാജിൻ സർ, അഖില മാം, ഉണ്ണികൃഷ്ണൻ സർ, ജ്ഞാന മാം, ശ്രീവിഷ്ണു സർ, ശ്രീഷ്ണ മാം, നൗഫൽ സർ. ഹലോ. ഓക്കെ, ഗുഡ് മോർണിംഗ്. നല്ലൊരു സൂപ്പർ ക്ലാസ്, നല്ലൊരു ഫീല്. ആ ബുക്കുകൾ സാറ് പറഞ്ഞ എനിക്കൊരു പോയിന്റ്, ബുക്കുകൾ ഒരിക്കലും എൻഡ് അല്ല. ശരിക്കും ബുക്കുകൾ നമുക്ക് ശരിക്കൊരു ബിഗിനിങ് ആണ്. ശരി, ഞാൻ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ട് ഞാനും ഒരു സുഹൃത്തും കൂടിയിട്ട് ഒരുമിച്ചാണ് ബുക്ക് വായിച്ചിരുന്നത്. ആ ബുക്കിലൂടെ ശരിക്കും ജീവിച്ച് പോവായിരുന്നു. ശരിക്കും ആ ബുക്കിന്റെ എൻഡ് എന്ന് പറയുന്നത് അവർക്കൊരു ജോലി, എനിക്ക് ലൈഫിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ കൊണ്ട് തുടങ്ങുക ചെയ്തത്. അപ്പോൾ ഓരോ ബുക്കുകളും നമുക്ക് തുടക്കം തന്നെയാണ്. ഓരോ ബുക്ക് കഴിയുമ്പോഴും നമ്മളൊരു പുതിയൊരു ആളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു പോയിന്റാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് ആ കഥ വളരെ ശരിക്ക്
ഹൃദയത്തിലേക്ക് ശരിക്കും തട്ടിയൊരു കഥയാണ്. കാരണം അത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. കാരണം ഒരിക്കലും മറ്റുള്ളവരുടെ ഇരയാവരുത് നമ്മൾ. ഒരിക്കലും അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വളരെ പലരും അങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പലപ്പോഴും നമ്മളായിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറ്റി നമ്മൾ നമ്മളുടെ ആ ജീവന് വേണ്ടിയിട്ട് നടക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാവുള്ളൂ. നല്ലൊരു പോയിന്റുകൾ, വളരെ വലിയേറിയ പോയിന്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ സാർ തന്നത്. താങ്ക് യു സാർ. താങ്ക് യു. ഷജൻ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? മാജിക് മോർണിംഗ് കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസ്. എന്താ പറയാ, ഞാൻ ഇന്നലെ വളരെ ലേറ്റ് ആയിട്ടാണ് കിടന്നത്. അപ്പം മെഡിറ്റേഷൻ ഒന്നും പങ്കെടുക്കാതെ ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് ഇന്നലെ പോസ്റ്റർ കണ്ടുകൊണ്ട് എന്താണ് സബ്ജക്റ്റ് എന്നൊന്നും അറിയാലോന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പിന്നെ കയറിയതാ. പക്ഷെ റീചാർജ് ആയിപ്പോയി. അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്ലാസ്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എത്രമാത്രം പോയിന്റുകളാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ നോട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല, അത്രയും ടയർഡാ. ഒരു 2 മണിയോട് എടുത്തിന് കിടന്നപ്പോൾ. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡിംഗ് ക്ലാസ് ഉണ്ടാവുമല്ലോ, അത് കേട്ട് നോട്ട് ചെയ്യാന്ന് കരുതി. പക്ഷേ എന്താ പറയുക, വളരെ പിന്നെ റീഫ്രഷ് ആയിപ്പോയി. അത്രമാത്രം ചിന്തിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് വളരെ നല്ലൊരു ക്ലാസ്. സാറിൻ്റെ ക്ലാസ് ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ ആ ശൈലി ഇപ്പോൾ ലളിതമായ രീതിയിൽ ഉൾക്കൊള്ളാനും, കാരണം ആ സമയത്ത് ഒരു ഉറക്കച്ചടവിൽ വരെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയ ആ ഒരു രീതിയിലും വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക്സ് a lot. താങ്ക് യു നൗഫൽ സർ. ഓക്കെ, ദെൻ ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഹലോ മാജിക് മോർണിംഗ് സർ. ഹലോ, ഓഡിബിൾ ആണോ? ഓഡിയബിൾ ആണ് മാം. ഓക്കെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അജിത് സാറിന്റെ 2ാമത്തെ ക്ലാസ് ആണ് ഞാൻ കേൾക്കുന്നത്. എന്താ പറയാ, എൻഡിന് ഒരുപാട് നിർവചനങ്ങൾ കൊടുത്തു സത്യത്തിൽ. അപ്പോൾ നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ ജോലി ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങളായിരിക്കണം നമ്മൾ എപ്പോഴും നമ്മളുടെ മനസ്സിൽ കാണേണ്ടത്. അപ്പോൾ എൻ്റെ എന്ന് പറയുമ്പോൾ വളരെ പേഷ്യൻസോട് കൂടിയിട്ട് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് ആയ ജീവിത ലക്ഷ്യങ്ങളിൽ സക്സസ്സിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വലിയൊരു പാഠം സാറിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചു. നല്ല ക്ലാസ്, ഒരുപാട് എന്താ പറയുക, ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. താങ്ക് യു ദിവ്യ മാം. ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എനിവേ അജിത് സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഒരു എനർജറ്റിക് സെഷൻ തന്നെയായിരുന്നു. നൗഫൽ സാർ പറഞ്ഞ പോലെ നമുക്ക് റിഫ്രഷ് ആവാൻ പറ്റിയിട്ടുണ്ട് മോർണിംഗിൽ തന്നെ. എനിവേ ഇതുപോലത്തെ ഇനിയും നല്ല ടോപ്പിക്സുമായിട്ട് സാറുടെ സെഷൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു അജിത് സാർ. താങ്ക് യു അജിത് സർ. താങ്ക് യു ഓൾ. താങ്ക് യു.